ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ഒരു കിടില സ്ഥലമുണ്ട്. ഒരു ടർഫ് കാണാം. നമുക്ക് ഒന്ന് നേരെ വിട്ടോ ബന്യുവങ്കി ടു സുറബയ പറഞ്ഞ സ്ഥലത്തോട്ട് നേരെ വിട്ടോ ഗൈസ്. സുരബയിൽ നേരെ പോയാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം. സുരബയിൽ നിന്ന് നമ്മളിപ്പം ബന്യുവങ്കിയിൽ നിന്നാണ് എടുക്കേണ്ടത്. ബന്യുവങ്കി എടുത്തോ, നേരെ വിട്ടോ. ബന്യുവങ്കിത്തെ ഇവിടത്തേക്ക് സിറ്റിയിലേക്ക് വിട്ടോ. സിറ്റി പൊളിയാണ് കേട്ടോ, ഞാൻ കണ്ടിനി. ഒരു നല്ല സിറ്റിയാണ്, ഒരു ഓൾട്രേറ്റ് സിറ്റി. അതായത് കണക്കിന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഭംഗിയുള്ള സിറ്റിയാണ് ഈ മലങ്കല്ല ബന്യുവങ്കി. അപ്പം നമ്മുടെ സ്ഥലത്തിൻ്റെ ഇത് കാണിച്ചു തരാം. നമ്മുടെ മാപ്പ്, ലോജിക്കൽ മാപ്പ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഇവിടെ മൂന്നാമത്തെ മാപ്പ്. അതായത് നടുവിൽ കാണുന്ന ഒരു ഡോട്ടില്ലേ, ആ ഡോട്ടിൻ്റെ പേരെന്താണെന്നറിയോ? ബെസുക്കിയാണ്. ബെസുക്കിയാണ്. അപ്പം ബെസുക്കിയിൽ നമുക്ക് പോവാം. ബെസുക്കി എത്തിയതിന് ശേഷമുള്ള ബാക്കി ഡീറ്റെയിൽഡ് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമുക്ക് നിങ്ങളത്തെ ഒരു പ്രോബ്ലം പറയാനുണ്ട്. നമ്മളെ ബെസുക്കി പറഞ്ഞ സ്ഥലത്ത് എത്തി. നമ്മളെ ലോഡിങ് മാപ്പ് കഴിഞ്ഞ് നമ്മളെ മൂന്നാമത്തെ മാപ്പ് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ പോയിട്ട് ഈ വളവല്ലേ നമ്മൾ പറഞ്ഞ് ആ ടർഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് വെച്ചാൽ ഈ ഒരു റൂട്ടുണ്ട്. ആ റോഡ് ടൈപ്പ് മുറിഞ്ഞ ടൈപ്പ് റോഡ് കാണുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ആടെയാണ് നമ്മളെ സ്പോട്ട് വരാൻ. ബിക്കോസ് നമ്മളെ ഇതൊക്കെ കണ്ടില്ലേ, അതിനാ ബാക്കി കാണിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വണ്ടീൻ്റെ ഈ ഇപ്പം നമ്മൾ പോയി ഈ ഒരു പാർട്ടാണ് നമുക്ക് വണ്ടി എടുക്കേണ്ടത്. അപ്പം മിനിമം നമ്മുടെ ഒരു തെറ്റുണ്ട്. ആൻഡ് മറ്റൊരു കാര്യമുണ്ട്, നിങ്ങൾ സുരബയ ടു ഇങ്ങനെ വരുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ലാണ്ട് അടുത്താം. അപ്പോൾ നമ്മളെ ടർഫും ഉണ്ട്. ഒരു മൗണ്ടെയിന് രണ്ട് മലകളെ ഇടയിൽ ഓട്ടിക്കുന്നൊരു കുഞ്ഞ് എല്ലാ വണ്ടികളും പോകുന്നുണ്ട്. ഒരു കുഞ്ഞ് ചെറിയ റോഡുണ്ട്. 1 വേ ആണ്, 2 വേക്ക് കഴിയൂല. അപ്പോൾ നിങ്ങൾക്ക് കുറേ തരം ഇതുണ്ട്. നല്ല രസമാണ്. ഞാൻ ഓട്ടിക്കലുണ്ട് ഇവിടെ ഈ പരിസരത്ത് തന്നെ. ഞാൻ അധികം ഗെയിം കളിക്കുമ്പോൾ എടുക്കാറ്. കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ പെട്രോൾ പമ്പാണ് നമ്മൾ ആദ്യത്തേത്. അപ്പോൾ ഇത് എന്താക്കണം ഈസായിട്ട്. ഇത് പക്ഷേ മറ്റൊരു വേയാണ്. നമുക്കിത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് വേത്തു. ഇത് വേഗം എത്തൂല, കുറച്ച് ടൈം എടുക്കും. കയറാം. നല്ല രസമാണ്. ഒരു മരകൾ ഇത് ഫസ്റ്റത്തെ മരകൾ ഇടയിൽ പോകുന്നൊരു ഇതാണ്. മരകൾ അതായത് ഈ ട്രീസിൻ്റെ അയ്യത്തെല്ലാം പോകുന്ന നല്ല രസമാണ്. 1 വേ ഉണ്ടാകും കണ്ടോ. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം 1 വേക്കാണ്, അല്ലാതെ 2nd വേ നമ്മൾ അങ്ങനെ നോക്കാറില്ല. 1 വേ മറ്റേതാണെങ്കിൽ നമുക്ക് നല്ല വൃത്തി കയറണേ, എന്നാലേ നമ്മളെ സ്ഥലത്തുള്ളൂ. മറ്റേത് പൊളിയാണ്. അപ്പം നമ്മുടെ മെയിൻ പാർട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ദൂരം കഴിഞ്ഞ് ആംബുലൻസാണ് എൻ്റെ ഓവർടേക്ക് ചെയ്ത്. അതേ ആംബുലൻസിന് എടുത്തി അതേ ടൈം തന്നെ, ഒരു കുഴപ്പമില്ല. അപ്പം നമുക്ക് അടുത്ത് നോക്കാം. നല്ല രസമാണ് ഇങ്ങനെ ഓട്ടിക്കാൻ. അപ്പം ഈ ഒരു നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നല്ല രസത്തിൽ ഓട്ടിക്കാനുള്ള കുറേ റൂട്ടുകളുണ്ട്. അപ്പം നമുക്ക് മറ്റൊരു റൂട്ടും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു ബീച്ചും കൂടി നമുക്ക് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്ന മുമ്പ് ഒരു ബീച്ച് ഉണ്ട്. ആ ബീച്ചിൽ നമുക്ക് പോവാം. അപ്പം നമുക്ക് നേരെ വണ്ടി വിടാനായി. ഇപ്പോൾ തിരക്കായതുകൊണ്ട് ഞാൻ എന്താക്കി കുറച്ച് ഓസാക്കിയിട്ടൊന്ന് വണ്ടി നോക്കാനുള്ള മാറ്റാൻ നോക്കി. നമ്മളെ വണ്ടി ഫുൾ പഴയ ഡാമേജ് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഡാമേജ് പിടിച്ചിട്ടാണുള്ളത്. അതിൻ്റെ നമുക്കിങ്ങനെ ഇത് കണ്ടോ, നമ്മുടെ വണ്ടിയൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പം
നമുക്ക് ഇനി അടുത്തതായി ഒരു സംഭവം കാണിക്കാം. എന്താണെന്ന് വെച്ചാൽ കുറച്ച് നല്ലൊരു ബസൂക്കി കനി ഗാഷ്ടി അല്ല നമ്മുടെ മറ്റേ ഈ റൂട്ട് എത്തും. അപ്പോൾ നമുക്ക് ആ റൂട്ടിലോട്ട് കയറാം. ഓക്കെ, ആൻഡ് നമുക്ക് ഫസ്റ്റ് എന്താ കാണണ്ടേ ഗൈസ്? നിങ്ങൾ ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് കാണേണ്ടത് വെച്ചാൽ നല്ല ഫുട്ബോൾ ഇതാണ്. മൾട്ടിപ്പിൾ പ്ലെയറിൽ നിങ്ങൾ എന്തായാലും ഈ സ്പോർട്ട് കളിക്കാനുള്ള പോകുന്നുണ്ടെങ്കിൽ തന്നെ മൾട്ടിപ്പിൾ പ്ലെയറിൽ കളിക്കേണ്ട സ്പോർട്ടാണ്. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ പ്ലെയർ കളിക്കുന്ന സ്പോർട്ടിന് മുമ്പ് നമ്മുടെ ഒരു ഓഫ് റോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മലകൾക്കിടയിൽ. അത് കഴിഞ്ഞുപോയി. ഞാൻ ഇപ്പം അത് ശ്രദ്ധിച്ച് ഇങ്ങോട്ട് ഒന്ന് വളച്ചിട്ടെടുക്കുക. എന്നിട്ട് നമുക്ക് സിഗ്നൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് തിരിക്കുക. കാറുകൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, പക്ഷേ ട്രാവലേഴ്സിന് അലൗഡ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ പ്ലെയറിൽ മറ്റേതുപോലെ കളിക്കുമ്പം മൾട്ടിപ്പിൾ പ്ലെയറിൽ നമ്മുടെ ഇതിനെല്ലാം പൊളിയാണ്. ആൻഡ് പൊളിയാണ്. നമ്മളെ വണ്ടിയൊക്കെ ഫുൾ കുട്ടനങ്കാട് ഷെയ്റ്റാണ് പോകുന്നത്. ഈ വണ്ടിൻ്റെ പൈസ വെച്ചാൽ എത്ര ഏകദേശം വരുന്നത് നമുക്കൊന്ന് പൈസ അല്ല, ഗിയർ മാറ്റാം. ഗിയറിൻ്റെ ഇതൊക്കെ ഇട്ട്, അതായത് ഗിയർ വെക്കട്ട്. അപ്പം നമ്മുടെ എച്ച് ഗിയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 5th കയറിയാൽ പോവുള്ളൂ. 5th അനങ്ങുള്ളൂ. 5th മൂന്നാമത്തെ ഇത് ഉണ്ട്. ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിന് നമുക്ക് ഗിയർ ഇനി മാറ്റാം. ഗിയർ ഓട്ടോയിലിടാം. അപ്പം നമ്മുടെ ഈ മലകൾക്കിടയിൽ കഴിഞ്ഞ് ഒരു ഗുഹാസ്ഥാപനം വനമുത്തെ കുട്ടി വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടർഫ് എത്തിയിട്ടുണ്ട്. നമ്മളെ ടർഫ് ഇതാണ്. സൈബർ പങ്ക് വീശിൻ്റെ നമ്മൾ ടർഫ് എത്തിയിട്ടുണ്ട്. നമ്മളെ ടർഫുകാരൻ്റെ ടർഫ് പറഞ്ഞ ഓണറുടെ ഒരു ഇതാണ് വീടാന്ന് പറയും. അതിൻ്റെ ഓരോ ക്ലബിൽ കയറുന്ന ബുക്കിങ്ങും സെറ്റപ്പും കാര്യങ്ങളും ആണ്. നമ്മളെ ബുക്കിങ്ങൊക്കെ ചെയ്യണം. അതിനെ കണ്ട ബോളൊന്നുമില്ല, പക്ഷേ ഇതിലാകെ തെറ്റായിട്ടുള്ള ബോളില്ലാത്ത. ആൻഡ് മേലെ നെറ്റൊക്കെ കെട്ടി സെറ്റാക്കി. ഇനി ഗ്ലാസ്ഡാണ്. ഗ്ലാസ് അല്ല, സോറി, അത് നെറ്റ് ഇട്ടാണ്. ഞാൻ ലോലാന്ന് ഇട്ട്. അടുത്ത ഒരു നല്ല കിടില കായക് ബീച്ചിൽ കയറാം. ബീച്ച് വഴി വെച്ചാൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോക്കല്ല, ഇങ്ങോട്ടേ പോകേയുള്ളൂ. ഇയാൾക്ക് എന്തിൻ്റെ കേടാണ് എന്നെ വന്നിട്ട് കുത്തേണ്ട കാര്യം? നമ്മൾ വണ്ടി കൂട്ടിയതാണ്. ആൻഡ് ഇതിൻ്റെ റെനോവേഷനിൽ അടുത്തൊരു പാർട്ടായിട്ടൊരു വീഡിയോ ഇറങ്ങും റെനോവേഷന്. അതായത് ഈ വണ്ടി ഫുള്ളും ഞാൻ പൊട്ടിയാൽ എന്താക്കും ഒരു റെനോവേഷൻ വീഡിയോ. അതായത് ഇത് കാണിച്ചു തരാം. റെനോവേഷൻ മീൻസ് നമ്മളെ ഫുൾ വണ്ടി ഒന്ന് ഏർപ്പാടാക്കൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പം ബീച്ചിൽ പോണ സമയത്ത് അപ്പം നമ്മുടെ വണ്ടി ഫുള്ളി പവറിൽ ആക്സിലേറ്റർ ചവിട്ടണം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കിട്ടാനുള്ള ടൈപ്പ് വണ്ടി ആയിരിക്കണേ. അപ്പോൾ നമ്മളെ ഒരു വീടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹമ്പാ ഉള്ളത്. ബസുക്കിയിലത്തെ ഏത് പോലെയാന്ന് പടച്ചോനെ കൈന് ഇല്ലല്ലേ. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. നമുക്ക് തുറന്നിരുന്നില്ല അല്ലേ? ഓക്കെ,
ആൻഡ് ഇത് ഇതാണ് നമ്മളെ ബീച്ച് റൂട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നെ വേണം തല്ലേ, അപ്പം സ്പീഡ് എടുക്കരുത്. ആൻഡ് ഒരു കുഞ്ഞ് കായക്ക് കുറച്ച് ഈ വീട് ഏതാന്ന് അത്യാവശ്യത്തിന് അങ്ങോട്ടുള്ള വീടുള്ള തോന്നുന്നു, ഇങ്ങോട്ടുള്ള വീടാണ്. പക്ഷെ നമുക്ക് ബീച്ച് കയറണം. എന്നാൽ വിട്ടോ ഇങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ബീച്ചിലോട്ട് കിടക്കാം. അപ്പോൾ ബീച്ച് പൊളിയാണ്. ബീച്ച് സൽമാൻ ജലാൻ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബീച്ചിൻ്റെ വൈബ് ബീച്ച് കാണാൻ കഴിയില്ല, പക്ഷേ ഫോട്ടോ എടുത്താൽ വേണമെങ്കിൽ. നമ്മളെ വണ്ടി സ്റ്റക്കായിട്ടുണ്ട്. ആൻഡ് ദേസ് നമുക്ക് വീഡിയോ അവസാനിക്കുക. നമ്മളെ വണ്ടി എന്തായാലും ക്രെയിനെല്ലാം വിളിച്ചിട്ടൊന്ന് കുട്ടപ്പനാക്കണം. എന്തായാലും ക്രെയിനൊക്കെ വിളിക്കേണ്ടി വരും ഈ വണ്ടീനെ. ബിക്കോസ് തെരുവിൽ നമ്മുടെ വണ്ടിൻ്റെ ഫ്രണ്ട് ആക്സിലേറ്റർ ഇത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം റെനോവേഷൻ വീട് എന്തായാലും ഇടാൻ കഴിയില്ല. മൈ ബോസസ് ജൂവിഷ് കാർപ്പൻ്റർ പറഞ്ഞ ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡ് ഒന്നും ആയിട്ടില്ല. ബട്ട് ഫ്രണ്ടാണ് മെയിനായിട്ട് പൊട്ടിയത്. ബാക്ക് പറയുന്നത് ഈ ലൈറ്റ് ഫിക്സേഷനൊക്കെ ചെയ്യണം. ലൈറ്റ് ബ്രേക്കും ഈ നൈറ്റ് ഓൺ ആക്കുമ്പോൾ ആകാൻ. ആൻഡ് ഈ ജോഷിൻ്റെ ഇത് മാറ്റണം. ആൻഡ് ലൈറ്റ് അത്യാവശ്യത്തിന് കുറച്ച് മാറ്റാനുണ്ട്. പിന്നെ ഡസ്റ്റ് അറൗണ്ടഡാണ്. പിന്നെ ഇവിടെ ക്രാക്സ് കണ്ട ഒരു പൊട്ടിയിട്ടുണ്ട്. ആൻഡ് ഡോറിൻ്റെ അവിടെ കണ്ട ഒരു സൈക്ലബ് പൊട്ടിയിട്ടുണ്ട്. സൈക്ലബ് നമുക്ക് ശരിയാക്കണം. അല്ലല്ലേ, നമ്മളിതാണ് ഗ്ലാസ്സാണ്, സോറി. സൈക്ലബിൾ ഗ്ലാസ് തകരാറ്. പിന്നെ ഈ ഗ്ലാസ് പ്രത്യേകിച്ചിട്ട് ഹാഫ് ഗ്ലാസ് ആയിട്ടാണ് നമ്മുടെ മോഡ് ഇറക്കുമ്പോൾ ആയത്. എന്താ നല്ല ഡ്രസ്സുണ്ട്. അപ്പം ഗ്ലാസ്സൊക്കെ പൊന്നിച്ചിട്ടാണ് നമ്മൾ ഫുൾ ഓടിക്കൽ. ആൻഡ് DJ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യത്തിന് കുറവാണ്. ബട്ട് ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചുതരാം വണ്ടി. DJ ലൈറ്റ് അത്യാവശ്യത്തിനുണ്ട്. ഞാൻ ലൈറ്റ് ഓണാക്കിയിട്ട് വെക്കാം. ലൈറ്റ് ഓണാക്കിയാൽ നമ്മുടെ ഫ്രണ്ട് മുമ്പ് മേലെ കാണുന്ന സാധനം. അതിന് പിന്നെ ഈ ഭാഗമൊക്കെ അത്യാവശ്യം നമ്മളെ ഈ സംഭവത്തിനൊക്കെ ഡസ്റ്റ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്രെയിനൊക്കെ വിളിച്ചൊന്ന് സെറ്റാക്കാം. പിന്നെ നമ്മുടെ മല്ലു ബോസിൻ്റെ ഇത് പൊളിയായിട്ടുണ്ട്. ലൈറ്റും ഇത് നമ്മളെ നോർമൽ ട്രാവലർ അതായത് നോർമലിഷ് ട്രാവലർ ഫുൾ സൈഡ് കണ്ട ജോഷിൻ്റെ ഇതെല്ലാം പൊട്ടിയിട്ട് കറക്കുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ ജോഷിൻ്റെ ഇതെല്ലാം കുറച്ചൊന്ന് മാറ്റണം. പിന്നെ ഗ്ലാസ് തകരാരി, അതായത് ഗ്ലാസിൻ്റെ തകരാരി വെച്ചാൽ ഇങ്ങനെ കുറച്ച് തകരാറൊക്കെ വരുന്നുണ്ട്. പിന്നെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ പൊളിയാണ്, പാക്കിയാണ്. നിങ്ങൾ മൈൻഡേഷനായിട്ട്, അതായത് വണ്ടീൻ്റെ അടിയിൽ ഇങ്ങനെ ഒന്നും വെച്ചിട്ടില്ല ഇവന്മാർ. ഇപ്പം വണ്ടീൻ്റെ അടിയിലോട്ട് കയറാൻ നോക്കാം. നമ്മളെ അടിയിലെത്തിയത് ഓക്കെ. ഈ വണ്ടീൻ്റെ അടിയിൽ കയറാൻ കഴിയോ? നമ്മളെ വണ്ടീൻ്റെ ഗ്ലാസ്സൊക്കെ അത്യാവശ്യം പക്കയാണ്. ഗ്ലാസ് എല്ലാം. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പം ഈ ലൈറ്റ് ഓണാക്കി കിടക്കും. ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ മെയിൻറ്റെയിനായിട്ട് ശ്രദ്ധിച്ചോ. ഈ സൈഡ് ലൈറ്റ് കാണുന്നില്ലേ, അതിനായിപ്പം ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ടുണ്ട്. റിവേഴ്സ് പോകുന്നില്ലേ. ആൻഡ് കണ്ടാ ഒന്നും ആക്കുന്നില്ല. നിങ്ങൾ വീഡിയോ ശരിക്കൊന്ന് എല്ലാ പാർട്ടും വേണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിക്കോ. അതിൻ്റെ വണ്ടീൻ്റെ ഫുൾ ലുക്കാണ് ഇപ്പം കാണുന്നത്. ഡിസ്കോ ലൈറ്റും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. ഡിസ്കോ ഒക്കെ ഓൾഡ്, അത് പുതിയ ഇത് പണ്ടേ ഒരു ഇറങ്ങിയ വണ്ടിയാണ്. അപ്പം ഇത് ആരോ സാധിച്ചെന്നാണ് നമുക്ക് എടുത്തരാൻ. അപ്പം ആപ്പൊന്ന് ഞാൻ എങ്ങനെയല്ലോ ഡൗൺലോഡാക്കി. അപ്പം ഇത്രക്കും വലിയ വണ്ടിയൊന്നും ഇങ്ങനത്തെ ഇതിൽ കിട്ടില്ല, ഫസിലിറ്ററിൽ. അപ്പം
ചില ആൾക്കൊക്കെ കൈമേലുണ്ടാവും, ബട്ട് അധികം ക്വാളിറ്റി ഇല്ലാത്തേക്കും. നല്ല ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യത്തിന് പക്ക മോഡലാണ്, മോഡലിങ്ങൊക്കെ സെറ്റാണ്. ബാക്കിൽ ഫുൾ 4 സീറ്ററായിട്ടേ കൂട്ടുന്നുള്ളൂ. 3 സീറ്റർ ബാക്കിൽ അങ്ങനെ ഇതേപോലെ ഫ്രണ്ടിൽ വെച്ച പോലെ അങ്ങനെ ആക്കുന്നില്ല. നമ്മളെ ബാക്കിലത്തെ വെച്ചിട്ടുണ്ട്, അത് കുറച്ച് നേരം നമ്മൾ മാറ്റാൻ ശ്രമിക്കും. അതിന് പിന്നെ ഇത് അത് പൊളിയായിട്ടുണ്ട് ലൈറ്റുകളും. അപ്പം നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ആൻഡ് ബൈ.